നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. സത്യം പറയല്ലോ, 1 മിനിറ്റ് പോലും തികച്ചില്ലാത്ത വീഡിയോ വ്യൂസ് കയറിയത് എത്ര അറിയോ? എത്ര 2.5 വ്യൂസ് കേട്ടോ ആ വീഡിയോ കിട്ടാം. ഞാനൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു 1K വ്യൂസ് കിട്ടാൻ വേണ്ടി തന്നെ ദിവസം എടുത്ത ടൈമുണ്ട്. തുടങ്ങിയില്ല, ഇന്നേക്ക് എത്ര 2-3 ദിവസമാണ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ആരാ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ്റെ ഭാര്യ, എൻ്റെ ഇളയച്ചി. നമ്മൾ ഭയങ്കര ആഗ്രഹം യൂട്യൂബ് ചാനൽ തുടങ്ങണം. അപ്പോൾ ഇപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യാണ്ട്, മേക്കപ്പൊക്കെ ചെയ്യാണ്ട്, ലിപ്സ്റ്റിക്ക് ഒക്കെ ഇടാൻ വേണ്ടി പോയിക്കും. അപ്പോൾ അവളുടെ ചെറിയ ചെറിയ ഒരു ഇപ്പോഴത്തെ ഒരു ഭാഗം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സ്റ്റാർട്ട് ചെയ്താലോ. ഇതെന്താ ഫർദൊക്കെ ഊരിയിട്ട് ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നതാണ്. യേശോ ആരില്ല ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നത്. എന്താ ഫർദ എന്തേ? ഇതെന്ത് ഡ്രസ്സ് അതൊക്കെ? ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് ആരാണ്? നെഫുൻ്റെ ആണിത്? എവിടെ പോയിട്ട്? കാറിൻ്റെ അടുത്ത് പോയിട്ടാ? എന്താ ഇൻട്രോ ചെയ്യാനുള്ള ഒരു പ്ലാൻ എന്താ പറ? വീഡിയോയുടെ പ്ലാൻ എന്താ കേക്കട്ടെ. എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടോ? എന്തെങ്കിലും ചിന്ത ഉണ്ടോ പറ. എടി ഇൻട്രോയില് ആ സബ്ജക്റ്റ് ഓർമ്മ ഉണ്ടോന്ന്? നാളത്തെ നബിദിനത്തിനെ പറ്റിട്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? തുടക്കം പറ. നിന്റെ യൂട്യൂബ് ചാനലിന്ന് നിന്റെ ചാനലിൽ കൂടെ പരിചയപ്പെടുത്തണം. ഇതാണ് പരിപാടി. കോപ്പല്ലാത്ത ലെവലിലൊക്കെ എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടാവില്ല. കളിയാക്കി കൊല്ലുവര്. എന്താണ് ചാനലിന്റെ പേര് എന്ന് പറഞ്ഞ? FR ഫാമിലിയാ? അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലേ? അതുകൊണ്ട് FR ഫാമിലി കുറെ ഉണ്ടല്ലോ. മൈ ഡ്രീംസ് ആയിരുന്നല്ലോ. 2 പേരിൽ നിൽക്കണ്. ഒന്ന് മൈ ഡ്രീംസും ഒന്ന് FR ഫാമിലി അല്ലേ? ഇതെന്താ? എന്തിനാണ് ഈ എല്ലാ പെമ്പിള്ളേരും ഇങ്ങനെ മാപ്പോട്ട് പിടിച്ചിട്ടൊരു സെൽഫി എടുക്കുക? എന്താ ഉദ്ദേശം? എപ്പോ നോക്കിയാലുണ്ട്. അതാണ് പൊതുവെ കാണപ്പെടുന്നത്. ഇതാണ് പൊതുവെ കാണപ്പെടുന്ന ഒരു സെൽഫിയുടെ ഒരു ആ തൊള്ളയും പൊട്ടി ഈച്ച കയറാതിരിക്കാൻ വേണ്ടിട്ട്. തുടങ്ങട്ടെ, ഇൻട്രോ കൊടുക്കട്ടെ. നാളെ നബിദിനത്തിന്റെ വീഡിയോ നീ എടുക്കണ്ട ഫുള്ളായിട്ട്? ശരി ശരി. ഇല്ല നിനക്ക് നീ പറഞ്ഞു, കുഴപ്പമില്ല. ഇല്ല കേൾക്കത്തില്ല. ഞാൻ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി പറ. ഇല്ല അത് പേടിക്കണ്ട. ഞാൻ ജസ്റ്റ് അത് ഒന്ന് പറയാന്നോട്ടെ. ഹലോ ഗൈസ്, എന്റെ നാട്ടിലെ നിബിദിനൊക്കെ പറഞ്ഞു കൊണ്ടത് കട്ടാക്ക്. പറഞ്ഞോട്ടിയ എന്താ പറഞ്ഞത്? എനിക്കറിയില്ല. ഗായ്സ് അതൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് തോന്നുന്നു. ഞാനാണ് ഗായ്സ് പറഞ്ഞു. ഫ്രണ്ട്സ് വരെ എനക്കും തോന്നുന്നു. ഹലോ ഗായ്സ് എന്റെ കുണുങ്ങണ്ട. മറ്റേ ഒരു ഏതൊരു ഉപ്പനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റയിൽ വരുത്തിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഹലോ ഗൈസ് ഒന്നുമില്ല.
ഫ്രണ്ട് ക്യാമറ വെച്ചോ കൂടെ കാണാം. ഫ്രണ്ട് ക്യാമറ എനിക്കറിയാലോ. നിക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വ്യൂ നോട്ടെ ഞാൻ ആദ്യം. അവിടെ ഒന്നുമില്ല. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ ഒന്നും കിട്ടണില്ല അവിടെ. ഹലോ ഓട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ഈ റോട്ടിക്ക് ഇത് കുഴപ്പമില്ല ചേട്ടാ. അടിപൊളി ഇവിടേക്ക് ഇത് കുഴപ്പമില്ല. ഇങ്ങോട്ട് തന്നെ നീക്കെ ക്യാമറ ഫേസ് കൊടുത്ത് എത്ര മതി. ഇത് അടിപൊളി. അതിൻ്റെ കുഴപ്പമില്ല. ഒരു അത്യാവശ്യം രസമുണ്ടാണ്. ഏസൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. തരാം. ഒറ്റക്ക് ഇൻട്രോ എടുക്കാൻ മടിയായതുകൊണ്ട് ഞാനും കൂടി കൂടും കേട്ടോ. അപ്പോൾ ഇൻട്രോ ഞാനായിട്ടൊന്നും തുടങ്ങാൻ അല്ലാണ്ട് നടപടിയാവണില്ല. കുറേ അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയതിൻ്റെ ഒരു ചെറിയൊരു നെർവസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു ഇൻട്രോ സെൽഫി ഇൻട്രോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഏതിലാണ് വീഡിയോ എടുക്കുന്നത്? സ്നാപ്പിലോ? സ്നാപ്പിലാണ് യൂട്യൂബിന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. യൂട്യൂബിൽ സ്വീകരിക്കൂലേ? എന്നിട്ട് ഡൗൺലോഡ് ആവും. അല്ലാതെ അതിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. ഹലോ ഗൈസ്. അത് പറ്റില്ല. ഹലോ ഗൈസ് പറഞ്ഞുണ്ട് സമയങ്ങൾ പറ നേരത്തെ പറഞ്ഞ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ന്യൂ ചാനൽ. ന്യൂ ചാനൽ വേണ്ട, മൈ ചാനലും വേണ്ട. ഞാൻ നോക്കട്ടെ. ഒരു പിടുത്തം കിട്ടണില്ല. അതല്ലേ ഞാൻ തന്നെ ഒരു ഇൻട്രോ എടുക്കണമെങ്കിൽ അത് ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ. ഇത് ഒറ്റടിക്ക് വന്നിട്ട് ഇൻട്രോ എടുക്കുക അറിയുമ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാ? പൊന്നോളോ, ഒരാഴ്ച എൻ്റെ ഫസ്റ്റ് ഈ ചാനലിലെ വീഡിയോ ഒരാഴ്ച വീഡിയോ റെക്കോർഡിങ്ങാ. ഒരാഴ്ച എടുത്ത് കഴിച്ചു ഞാൻ ഫസ്റ്റ്. സത്യം എടുക്കുമ്പോൾ കുണുങ്ങരുത്. നല്ല സ്റ്റേബിളായിട്ട് സ്റ്റഡി ആയിട്ട് നമ്മളെ ഹായ്. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് എന്താ പറയുക, വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോട്ടെ. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് അവിടെ ഒക്കെ ആയിട്ടുണ്ടാവും. ഒന്നും തോന്നണ്ട. സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ഇതായതുകൊണ്ടാണ്. അപ്പം എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നാളെ പിള്ളേരെ നബിദിനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കണ്ട പോയി അത് പോയി. അപ്പോൾ ജസ്റ്റ് വായിൽ കൊണ്ട ഇൻട്രോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടാ. നോക്കാം ഇതേപോലെ തന്നെ അടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നാളെ നമ്മുടെ പിള്ളേരുടെ നബിദിനം, പിന്നെ റാലി ഉണ്ട്, പിന്നെ ചെക്കൻ്റെ ചെറിയൊരു പാട്ടെന്താ പാട്ടുണ്ട്, ഫ്ലവർ ഷോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് വരുന്ന ഒരു വീഡിയോ ആണ്. കുറേ നേരം ഇൻട്രോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ട് തന്നെ കൂടെ സപ്പോർട്ടിന് ഞാൻ നിൽക്കാൻ വിചാരിച്ചത്. അതാണ് ഈ ഫസ്റ്റ് ഇൻട്രോയിൽ. ഇപ്പോൾ ഞാനുണ്ട്, ഇവളുണ്ട്. ഇനിയിപ്പോൾ പതിയെ അവള് സെറ്റായി വരും. അടിപൊളിയാവും. ചാനലിന്റെ പേരാണ് മൈ ഡ്രീംസ് ചാനൽ. ഞാൻ അതിൽ 2 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ നിലവിൽ തുടങ്ങി അതുകൊണ്ടാണ് ജ്യേഷ്ഠനെ കൂട്ടുപിടിച്ചത്. കാരണം കുറേ ഇതായിട്ട് ഇപ്പോൾ ചെയ്തപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞു ഇക്ക എടുത്തോ, ഞാൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കാം, ഇക്ക എടുത്തോ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കയറിയത്. അപ്പോൾ നാളെ എപ്പോഴാണ് പോകുന്നത്? വൈകിട്ടാണ് പിള്ളേർ, വൈകിട്ടാണ് ചെക്കൻ്റെ പരിപാടി ഉള്ളത് കേട്ടോ. എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കമായിട്ട് ഒന്ന് കണ്ണടച്ചേക്കുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ കയറി മുകളിലോട്ട് പോയിക്കോളും. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എൻ്റെ മൊബൈലിൽ വിളിച്ചിട്ട് എങ്ങനെ ചാനൽ തുടങ്ങേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് ഒക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എഡിറ്റിങ് അടക്കം പകുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ
ലെവലിൽ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നല്ല നല്ല രീതിയിൽ പാചകം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടി കേട്ടോ. അപ്പോൾ റീലുകളൊക്കെ ഇടണം, അതുപോലെ പാചകത്തിൻ്റെ വീഡിയോസൊക്കെ അങ്ങനെയൊക്കെ ചെറുതായിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ചാനലിൽ ഇന്ന് മൈ ഡ്രീംസ് എന്ന് പറഞ്ഞ ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയ്ക്ക് നാളത്തെ ആ കാഴ്ചയിലേക്ക് നമുക്ക് നേരെ പോയാലോ. അപ്പോൾ നേരെ സ്റ്റാർട്ട് ചെയ്യാം. ബൈ. ഇൻട്രോ എടുത്തിട്ടുണ്ട്. ഇൻട്രോ എടുത്ത് നിങ്ങളിപ്പോൾ കണ്ടല്ലേ, പുള്ളിയല്ലേ. അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് ഇനി ഇവിടെ വിശേഷമായിട്ട് ഞാൻ വരാം കേട്ടോ. എന്നുണ്ട് ഒരു ഇടാൻ പോവാ. കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇരുന്ന് കഴിക്കണോ? എന്ത് ചെയ്യണം പറ. ഇത് തിന്നുമ്പോൾ എന്ത് ചെയ്യണോ? ഇരുന്ന്. ആ റീമോൻ പറഞ്ഞേ, ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇവരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ പോകുന്നു. അപ്പം നാളത്തെ പ്രോഗ്രാമിൻ്റെ പാട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് താരം ഇവിടെ വന്നിട്ടുണ്ടേ. ഉണ്ട് ചെക്കൻ്റെ ചെറിയ എന്ത് പാട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? പാട്ട്. ഏത് പാട്ടാണ് പഠിച്ചിരിക്കുന്നത്? ഇസ്ലാം കാര്യം അഞ്ചാണ്. അപ്പോൾ ആ പാട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ ആ ഡ്രസ് കോഡ് എന്ത് എടുത്ത് വെച്ച് അപ്പോൾ കാണിച്ചു കേട്ടോ. നാളെ കാണിക്കാം. ഓക്കെ നാളെ ഡ്രസ്സ് ചെയ്തിട്ട് കാണിക്കുക. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സസ്പെൻസ് കളയണില്ല. 3 ആൾക്ക് ലൈസ് കൊടുത്തിട്ട് സംഭവം കൊടുക്കാൻ പാടില്ലെങ്കിലും ഇവരെ അടക്കി നിർത്തണമെങ്കിൽ സാധനം വേണം. ഇല്ല 3 ആൾ തീരെ ചെയ്യട്ടെ. എണിച്ചേക്ക് ഇരുന്നോടി സ്റ്റേജിൽ നിൽക്കണ പോലെ വരാൻ കിട്ടാ. പാടിക്കേ. കാര്യം അഞ്ചാണ്, അവകൾ അറിയൽ പറവാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. ഇസ്ലാം കാര്യം അഞ്ചാണ്, അവകൾ അറിയൽ പറവാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. കലിമ ഷഹാദത്തൊന്നാണ്, നമസ്കാരം അത് രണ്ടാണ്. ഇസ്ലാംകാര് മൂന്നാമത്തത് മുതൽ നടുത്ത സക്കാത്താണ്. ഇസ്ലാംകാര്യം അഞ്ചാണ്, അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. റമളാൻ 54 അഞ്ചാമത്തത് ഹജ്ജാണ്. ഹജ്ജുൽ ബൈത്തിന് സർത്താണ്. ഇസ്ലാം കാര്യം അഞ്ചാണ്, അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. അസ്സലാമു അലൈക്കും. കേട്ടോ. അപ്പോൾ പാട്ട് കേട്ടില്ലേ? അപ്പോൾ ഇതാണ് നാളെ സ്റ്റേജിൽ പാടാൻ പോണത്. നാളെ വൈകുന്നേരം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ സ്റ്റേജിലത്തെ കുറച്ച് ഷോട്ട് കാണിച്ചുതരാം. ഏതായാലും ഇപ്പം പാടിയില്ല, ആ പാടാണ് സ്റ്റേജിൽ ഇരുന്നിട്ട് അവൻ പാടാൻ പോണത്. കണ്ടല്ലേ? അപ്പോൾ പഠിപ്പിച്ച ആള് ഇവളാണ്. എത്ര ദിവസം കൊണ്ട് പഠിപ്പിച്ച്? ഇപ്പോ 1 മാസമൊക്കെ ആയിട്ടുണ്ടോ, 1 മാസം 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും പ്രാക്ടീസ്. 1.5 മാസം ഈ പാട്ടിനാ? അത് മക്കളല്ലേ, ചെറിയ കുട്ടികളല്ലേ, അത് ഇരുത്തി എത്ര റിസ്ക് എന്താ പഠിക്കുന്നത് അറിയാം. എന്നാലും പറ ആ റിസ്ക് എന്ന് പറഞ്ഞ കേട്ടെ. കുറച്ച് അടിയൊക്കെ കിട്ടിക്കണ്, അടി കിട്ടി പിടിച്ച് വലിച്ച് ഇരുത്തി. പിന്നെ കളിന്റെ അതിലൊക്കെ ആകുമ്പോ അങ്ങനെ ഇടയ്ക്ക് അവന്റെ സാഹചര്യത്തിനനുസരിച്ച് നമ്മള് എന്താ പറയാ പഠിപ്പിക്കും. കുഴപ്പമില്ല, അങ്ങനെ പഠിച്ചെടുത്ത്. ഓക്കെ. അപ്പൊ നാളെ കാണാം ബാക്കി നാളെ കാണാം കേട്ടാ. അപ്പൊ നാളെ റാലി ഉണ്ട്. പിന്നെ ആ റാലിക്ക് പോകുന്ന കാര്യങ്ങളും പിന്നെ ഞാനുണ്ടാവും, പിന്നെ ഉപ്പുപ്പ ഉണ്ടാവും. ഉപ്പുപ്പായിരിക്കും അവൻ്റെ കൂടെ മെയിനായിട്ട് ഉണ്ടാവുക. ഞാൻ പിന്നെ ചെറുതായിട്ട് ബാക്കിലായിട്ട് നിൽക്കുക. പിന്നെ അവൻ്റെ വാപ്പാക്ക് പിന്നെ നാളെ ലീവ് ഇല്ലാത്തതുകൊണ്ട് വൈകുന്നേരം ഉണ്ടാവുള്ളൂ.
വൈകിട്ട് തുടങ്ങുമ്പോഴത്തേനും വരും. അപ്പോൾ ലീവ് ബസ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീവ് കിട്ടാത്തതുകൊണ്ട് തന്നെ വൈകുന്നേരം ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരം അവനെയും കാണിച്ചു തരാം കേട്ടോ. ബൈ ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാരാകുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മഹലിലെ നബിദിന പരിപാടിയുടെ പതാക ഉയർത്തലട്ടത്. ഇനിയിപ്പോൾ ഘോഷാത്ത ഗൈസ്. ശരിക്കും നബിദിന റാലി സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞാൽ ഒരു 7-7:30 സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്നത് 11 മണിയാകുമ്പോൾ കേട്ടോ. ഒരു 5-6 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. 5 കിലോമീറ്റർ. അപ്പോൾ ദഫും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു നബിദിനത്തിൻ്റെ പരിപാടി. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത് ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതായിരുന്നു, എന്താ പറയുക, മൗലൂദായിരുന്നു. മൗലൂദ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 1/4 മണിക്കൂർ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചീരിനി പറയുമ്പോൾ ചോറില്ലേ, നെയ്ച്ചോറും ബീഫും എന്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുത്തത് പറഞ്ഞാൽ നമ്മുടെ അവിടെയുള്ള ഉമ്മർസാദ്, വലിയ ഉസ്താദ് ഉമ്മർസാദ് എന്ന് പറയാം. ഉമ്മർസാണ് തുടക്കം വെച്ചത്. പിന്നെ എല്ലാവർക്കും ടോക്കൺ ഉണ്ടായിരുന്നു. ടോക്കൺ ലെവലായിരുന്നു എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത് പോയത്. ഇത് പറഞ്ഞാൽ ഒരു 5,000 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാവും കേട്ടോ. ഈ മൊത്തം കാണുന്നത് ഉള്ളേ. ഞാനും വിചാരിച്ചു, നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലായി ഇത്ര ഉണ്ടെന്ന് കേട്ടോ. ഉപ്പാനോട് കൊണ്ടൊരു കാക്കനോട് ചോദിച്ചപ്പോഴൊക്കെ മനസ്സിലായി 10,000 പേർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടെന്ന്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് വലിയ മഹലാണ് നമ്മുടെ മാരായനും മഹലെന്ന് പറയും. മാരായന് കപ്പൂർ പഞ്ചായത്തിന് മാരായന്. എല്ലാ തന്തമാരും പറഞ്ഞ വാക്ക് എല്ലാ തന്തമാരും ഇങ്ങനെ തന്നെ പറയാ. ഒരു നിങ്ങൾ വളർത്തിയതിന് പോലെ 2-3 വാഴ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കൊല വെട്ടി നിന്നായിരുന്നു. അതോ അതെ, 2 കുറെ വാഴ വെച്ചില്ലേ. ഇക്കൊല്ലം തിന്നാൻ തരുമോ? ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. അതിനെ കാണുമ്പോ ഓടിക്കണെന്തിനാ? ഗൈസ്, ചെക്കൻ്റെ പാട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാ. ചെക്കൻ പാടാൻ തുടങ്ങുന്നത്. സ്റ്റഡി ആയിട്ട് നിൽക്കണ ഞാനൊക്കെ ആവണമായിരുന്നു ഇവൻ്റെ സയൻസ്. കൈയും കാലും കിടന്ന് പറിച്ചാൽ. ഗൈസ്, അവൻ്റെ പൂക്കൾ ഡാൻസ് കേട്ടോ. പാട്ട് കഴിഞ്ഞൊരു 3-4 പരിപാടി കഴിഞ്ഞതിന് ശേഷം ഡാൻസ് തുടങ്ങിയപ്പോൾ ഇതിലിപ്പോൾ റൈറ്റ് സൈഡിൽ 3ാമത്തേൽ നിൽക്കുന്ന കേട്ടോ അവൻ. നമ്മൾ ശ്രദ്ധിച്ചാലേ ചിലപ്പോൾ പെട്ടെന്ന് അറിയുള്ളൂ. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് അവർ കളിച്ചു കേട്ടോ. ഒരു ഡൗട്ടുണ്ടായിരുന്നില്ല അവർക്ക് എല്ലാവർക്കും. ഗായ്സ്, ഇന്നലെ പാച്ചുവിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 12-1 മണിയൊക്കെ ആയി വീട്ടിലെത്തുമ്പോട്ടാ. അപ്പം അവന് 2-3 സമ്മാനമൊക്കെ കിട്ടി. സോങ്, അതുപോലെ ഫ്ലവർ ഷോ, പിന്നെ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് കൊണ്ട് കിട്ടിയിട്ടാ. കാരണം മെമ്മറി ടെസ്റ്റ് ഉണ്ട് ക്ലാസ്സിൽ വെച്ചിട്ട്. അതിന് മെമ്മറി ടെസ്റ്റ് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെക്കും, പെൻസില്, പേന, അതൊക്കെ. എന്നിട്ട് ഒരു പ്രാവശ്യം നോക്കിയിട്ട് കാണാതെ പോയിട്ട് ഉസ്താദിന് പറഞ്ഞു കൊടുക്കുക. കാണാതെ പോയി പറഞ്ഞു കൊടുക്കുക. അത് പാച്ചുവിന്റെ ഈ പ്രായത്തില് അതിന്റെ സെക്കൻഡ് പ്രൈസ് കിട്ടിയോ? സെക്കൻഡ് പ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആള് ഭയങ്കര സൈലന്റ് ആണ്, അധികം ആരോടും സംസാരിക്കാൻ വേണ്ടൊന്നുമില്ല. പക്ഷെ ഇന്നലെ ആള് ഉഷാറായിരുന്നു കേട്ടോ. ഭയങ്കര കോൺഫിഡൻസോട് കൂടെ എല്ലാതും എന്താ പറയാ കളിക്കാൻ. പാട്ടാണെങ്കിലും ഞാനൊക്കെ പാട്ട് പാടുന്ന ടൈമിൽ ഒരു പേടി ഉണ്ടാവും. പക്ഷെ അവന് പേടി ഉണ്ടായിരുന്നില്ല. അടിപൊളിയായിട്ട് പാട്ട് പാടുന്നത്, പാട്ട് പാടുക. പിന്നെ നമ്മുടെ നിങ്ങളിപ്പോ ഇതിന്റെ പുറകിലെ തന്നെ പാട്ടും പിന്നെ അവന്റെ ഡാൻസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത്. അപ്പം അതിൽ തന്നെ ആ ഡാൻസ് കളിക്കുമ്പോൾ ഒരു ഇതില്ലാണ്ട്, അത് ചമ്മലില്ലാണ്ട് അടിപൊളിയായിട്ട് അവൻ കളിച്ചത്. പക്ഷേ ഞാനൊക്കെ ആവണായിരുന്നു, ഞാനറിയാത്തൊക്കെ ആവണായിരുന്നു. ഞങ്ങളെ കൊണ്ട് അത് സാധിക്കില്ല കേട്ടോ. പക്ഷെ ചെക്കന് കളിച്ചപ്പോൾ ഭയങ്കര ഏതായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആ ഗിഫ്റ്റ് അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അത് കണ്ടാലോ.
ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് കേട്ടാ. ഫസ്റ്റ് എന്താണ് ആണോ പാഴ്സൽ കിട്ടിയ 3 ഗിഫ്റ്റ്. പാരസിന് കിട്ടിയ 3 ഗിഫ്റ്റില് ജഗ്ഗ വെള്ളം കുടിക്കാൻ പറ്റിയ അടിപൊളി. അത് അടിപൊളിയുണ്ട്. പിന്നെ അതുപോലെ ഇത് പാട്ടിന് കിട്ടിയതാണ് കേട്ടോ. പാട്ടിന് കിട്ടിയേ. മെമ്മറി ടെസ്റ്റിന് ഇത് മെമ്മറി ടെസ്റ്റിന് കിട്ടിയത്. ടിഫിൻ ബോക്സാ. കൊള്ളാം, അടിപൊളി. അടിപൊളിയല്ലേ? അതെല്ലാം അടിപൊളി. ഇതാണ് ഫ്ലവർ ഷോ കിട്ടിയത്. ഫ്ലവർ ഷോക്ക് കിട്ടിയത്. കപ്പ്. ആഹാ, പൊട്ടിക്കാണ്ട് വെച്ചേക്കണേ. ഇതൊന്നും ഇപ്പൊ എടുക്കില്ല കേട്ടാ. നമ്മളെ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ആ സമയത്തൊക്കെ എടുക്കുള്ളൂ. അപ്പൊ വീട് പണി നടന്നുകൊണ്ടിരിക്കണ ഇപ്പൊ. അപ്പൊ വീട് പണി നടന്നോണ്ടൊക്കെ അപ്പളേ ഈ സാധനം പൊട്ടിക്കൊള്ളൂ. അടിപൊളി. കാരണം സൈലന്റ് ആണ്. അതായത് അധികം സംസാരിക്കാത്ത. പക്ഷെ ആള് ആക്റ്റീവ് ആണ് ഇപ്പൊ. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു പാടാനും കളിക്കാനും ഒക്കെ. ഞാൻ അത്ര വിചാരിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. വല്ലാത്തൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു, നിൽക്കാക്കുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമുക്ക് ഇന്നലെ കിട്ടിയ മൊമെന്റ് അല്ലേ, സമ്മാനങ്ങള്. വീഡിയോ അപ്പൊ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. ഇവളെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇവളെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കുറച്ച് മുകളിലോട്ട് പോട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുകളിലോട്ട് ഇങ്ങനെ പൊക്കോളും. വീഡിയോ എന്തായാലും കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ പുതിയ വീഡിയോ ഇട്ട് വരാം. അപ്പോൾ ടാറ്റ.